രാക്ഷസന്മാരുടെ രാജാവായിരുന്നല്ലോ രാവണൻ. ആ രാക്ഷസൻ തപസിദ്ധിയാൽ കുബേരൻ്റെ കയ്യിൽ നിന്നും രാജ്യം തട്ടിയെടുക്കുകയും സ്വയം രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ലങ്കയെ തലസ്ഥാനമാക്കി ഭരണം നടത്തി വന്നു. രാവണൻ ദുഷ്ടനും നീചനും പരാക്രമിയുമൊക്കെ ആയിരുന്നുവെങ്കിലും പരമശിവഭക്തനായിരുന്നു. രാവണൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ ഒരിക്കൽ ശിവലിംഗം തന്നെ രാവണന് നൽകി. അതുകൊണ്ടുപോയി ലങ്കയിൽ വച്ച് പൂജിച്ചാൽ രാവണനെ ആർക്കും ജയിക്കാൻ സാധിക്കുകയില്ലെന്നും ശിവൻ പറഞ്ഞു. ഈ വിവരം എങ്ങനെയോ ദേവന്മാരുടെ ചെവിയിലെത്തി. അവർ ആ വിവരം ഗണപതിയെ അറിയിച്ചു. ഗണപതി ഉടൻ തന്നെ ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് രാവണൻ്റെ പുറകെ കൂടി. വിനായകൻ്റെ ശക്തിയാൽ രാവണന് വഴിക്ക് വച്ച് മൂത്രശങ്കയുണ്ടായി. ശിവലിംഗം കയ്യിൽ വച്ചുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് പാപമാണല്ലോ എന്ന് കരുതി സംശയിച്ച് നിൽക്കുമ്പോൾ പുറകെ വരുന്ന ബ്രഹ്മചാരിയെ കണ്ട് ശിവലിംഗം ബ്രഹ്മചാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് താൻ മടങ്ങി വരുന്നതുവരെ ശിവലിംഗം സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ബ്രഹ്മചാരി അത് സമ്മതിച്ചു. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ വരാൻ വൈകിയാൽ താൻ 3 പ്രാവശ്യം വിളിക്കുമെന്നും അതിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ശിവലിംഗം നിലത്തു വെച്ച് പോകുമെന്നും ബ്രഹ്മചാരി രാവണനോട് പറഞ്ഞു. രാവണൻ അത് സമ്മതിച്ചു. അവിടെയും വിനായകൻ തൻ്റെ ശക്തി പ്രയോഗിച്ചു. രാവണന് എത്ര തന്നെ മൂത്രമൊഴിച്ചിട്ടും മതിയായില്ല. ഇതിനിടയിൽ ഗണപതി 3 പ്രാവശ്യം വിളിക്കുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് രാവണൻ മടങ്ങി വന്നപ്പോൾ നിലത്തിരിക്കുന്ന ശിവലിംഗം കണ്ടു. അയാൾ ഓടി വന്ന് അതെടുക്കാൻ ആരംഭിച്ചു. പക്ഷേ ശിവലിംഗം പൊങ്ങിയില്ല. കോപിഷ്ഠനായ രാവണൻ ബ്രഹ്മചാരിയുടെ തലയിൽ 2 കിഴുക്ക് വച്ചു കൊടുത്തു. അപ്പോൾ ബ്രഹ്മചാരി തൻ്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു. ഗണപതിയുടെ വിശ്വരൂപം കണ്ട് ഭയചകിതനായ രാവണൻ ചെയ്തുപോയ തെറ്റിന് പ്രായശ്ചിത്തമായി സ്വന്തം തലയ്ക്ക് കിഴുക്കുകയും കാലും കൈയും പിണച്ച് കാതുകളിൽ പിടിച്ച് ഏത്തമിടുകയും ചെയ്തു. അന്നു മുതൽക്കാണ് പാപപരിഹാരത്തിനായി ഏത്തമിടൽ സമ്പ്രദായം നിലവിൽ വന്നത്.